നമസ്കാരം, ഇടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു കണക്കിനെ കുറിച്ചല്ല, ഒരു വലിയ ജീവിത വിജയത്തെക്കുറിച്ചാണ്. വെറും 20,000 രൂപ മാസം മാറ്റിവെച്ചാൽ ഒരാൾക്ക് 1 കോടി രൂപ സമ്പാദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരും ചിരിക്കും, ഇല്ലേ? പക്ഷെ കേരളത്തിലെ ഒരു സാധാരണ ദമ്പതിമാർ ഇത് കൃത്യമായി ചെയ്തു കാണിച്ചു. അവർക്ക് വലിയ തറവാട് സ്വത്തുക്കളില്ല, ബിസിനസ് സാമ്രാജ്യങ്ങളില്ല. വെറും ഒരു 20,000 രൂപയുടെ SIP അതായിരുന്നു അവരുടെ ഏക ആയുധം. ഈ തുക എങ്ങനെ 1 കോടിയായി മാറിയെന്നും ഇതിന് പിന്നിലെ മാജിക് എന്താണെന്നും നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഇന്ന് നമ്മൾ ഈ ദമ്പതികളുടെ സ്ട്രാറ്റജി ഓരോന്നായി പരിശോധിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഇവരുടെ സാഹചര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. ഇവരുടെ ആകെ ശമ്പളം ഏകദേശം 70 മുതൽ 80,000 രൂപ വരെയാണ്. ഇത് നമ്മുടെ നാട്ടിലൊരു സാധാരണ വരുമാനമാണല്ലോ. ഇവർ പണം ചിലവാക്കുന്ന രീതിയിലാണ് വലിയ മാറ്റം വരുത്തിയത്. ശമ്പളം വന്നാലുടൻ ആദ്യം തന്നെ നിക്ഷേപം മാറ്റിവെച്ചു. ബാക്കിയുള്ള പണം കൊണ്ട് മാത്രമേ ഇവർ പിന്നീട് ജീവിച്ചുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഇനി നമുക്കിതിലെ യഥാർത്ഥ കണക്കുകളൊന്ന് പരിശോധിക്കാം. മാസം 20,000 രൂപ വെച്ച് നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് SIP തുടങ്ങുന്നു എന്ന് കരുതുക. വർഷം 13% ലാഭം കിട്ടുന്ന ഒരു ഫണ്ടാണെങ്കിൽ 15 വർഷം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപയിലധികം എത്തും. ഇവിടെ നിങ്ങൾ ആകെ നൽകുന്ന പണം 36 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി 65 ലക്ഷം രൂപയും നിങ്ങൾക്ക് ലാഭമായി കിട്ടുന്നതാണ്. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ കരുത്ത് എന്ന് പറയുന്നത്. ചെറിയ തുകകൾ വലിയ സമ്പാദ്യമായി മാറും. ആദ്യത്തെ 10 വർഷം കൊണ്ട് വെറും 46 ലക്ഷം രൂപയെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാകൂ. പക്ഷെ അടുത്ത 5 വർഷം കൊണ്ട് ഇത് 1 കോടിയായി മാറും. നിക്ഷേപം ദീർഘകാലം നിലനിർത്തുക എന്നതാണ് ഇതിലെ രഹസ്യം. പലരും ഇടയ്ക്ക് വെച്ച് നിക്ഷേപം നിർത്താറുണ്ട്. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ പേടിച്ച് പണം പിൻവലിക്കും. എന്നാൽ ഈ ദമ്പതികൾ മാർക്കറ്റ് ഇടിഞ്ഞപ്പോഴും നിക്ഷേപം തുടരുകയാണ് ഉണ്ടായത്. ഇതായിരുന്നു ഇവരുടെ വിജയത്തിന് പിന്നിലെ യഥാർത്ഥ ധൈര്യം. ക്ഷമയോടെ കാത്തിരുന്നാൽ പണം വളരും. ഈ 20,000 രൂപ എങ്ങനെയാണ് ഇവർ സേവ് ചെയ്തത്? ഇതിനായി അവർ ഉപയോഗിച്ചത് 50-30-20 എന്ന ഒരു കേരള എഡിഷൻ ഫോർമുലയാണ്. ഇതിൽ 50% പണം വീട്ടുചെലവുകൾക്കും വാടകയ്ക്കും വേണ്ടി ഉപയോഗിച്ചു. അതായത് ഏകദേശം 35,000 മുതൽ 40,000 രൂപ വരെ ഇതിനായി ഉപയോഗിക്കാം. അടുത്ത 20% പണം യാത്രകൾക്കും സിനിമയ്ക്കും മറ്റു സന്തോഷങ്ങൾക്കും വേണ്ടി മാറ്റി. ബാക്കി 30% കൃത്യമായി നിക്ഷേപത്തിലേക്ക് നേരിട്ട് മാറ്റി. ഇതൊരു അച്ചടക്കമുള്ള സമ്പാദ്യ രീതിയാണ്. അച്ചടക്കം പണം ഉണ്ടാക്കാൻ സഹായിക്കും. ഇനി ഏത് ഫണ്ടിലാണ് പണം ഇടേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ ദമ്പതികൾ തങ്ങളുടെ പണം 3ആയി തിരിച്ചാണ് നിക്ഷേപിച്ചത്. 10,000 രൂപ ഒരു നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിച്ചു. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനികളിൽ പണമിടുന്ന താരതമ്യേന സുരക്ഷിതമായ രീതിയാണ്. ബാക്കി 5,000 രൂപ വീതം മിഡ് ക്യാപ് ഫണ്ടുകളിലും ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിലും ഇട്ടു. ഇതൊരു ബാലൻസ്ഡ് ആയ പോർട്ട്ഫോളിയോ ആണ്. ഇത് ലാഭം കൂടാൻ സഹായിക്കും. മറ്റൊരു പ്രധാന കാര്യം ഇവർ ഡയറക്റ്റ് പ്ലാനുകൾ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ എന്നതാണ്. റെഗുലർ പ്ലാനുകൾ എടുത്താൽ ബാങ്കിനോ ഏജന്റിനോ കമ്മീഷൻ ഇനത്തിൽ വലിയൊരു തുക നഷ്ടമാകും. 15 വർഷം കഴിയുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയുടെ വ്യത്യാസം ഇതിൽ വരാം. ചെറിയ ശതമാനങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ ലാഭം ഉണ്ടാക്കാം. ഇത് ലാഭവിഹിതം കൂട്ടാൻ സഹായിക്കും. ശരിയായ ഫണ്ട് തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്നത് ഇതിൽ വലിയ മാറ്റമുണ്ടാക്കും. ഓരോ മാസവും ശമ്പളം വരുമ്പോൾ ഇവർ 1 മണിക്കൂർ ഇത് കാര്യങ്ങൾക്കായി ഇരുന്ന് ചർച്ച ചെയ്യും. അനാവശ്യ ചിലവുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കും. പണം കൈകാര്യം ചെയ്യുന്നത് ഒരു മികച്ച ടീം വർക്കാണ്. ഇത് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാക്കും. പണം കാര്യക്ഷമമായി വിനിയോഗിക്കാൻ പഠിക്കാം. നിങ്ങളുടെ ശമ്പളം കൂടുമ്പോൾ SIP തുക അല്പം വർദ്ധിപ്പിക്കുന്നത് വലിയ ലാഭമുണ്ടാക്കും. ഇതിനെ സാമ്പത്തിക ഭാഷയിൽ സ്റ്റെപ്പ് അപ്പ് SIP എന്ന് വിളിക്കുന്നു. ഓരോ വർഷവും ഒരു 10% തുക കൂട്ടിയാൽ 1 കോടി എന്ന ലക്ഷ്യം 12 വർഷം കൊണ്ടെത്താം. ലക്ഷ്യത്തിലേക്ക് എത്താൻ വേഗത കൂട്ടാൻ ഇത് സഹായിക്കും. സമ്പാദ്യം വേഗത്തിൽ വളരാൻ ഇത് സഹായിക്കും. ഇത് വളരെ നല്ലൊരു രീതിയുമാണ്. ഇനി നിക്ഷേപിക്കുമ്പോൾ ചില അപകടങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇടയ്ക്കിടെ ഫണ്ടുകൾ മാറ്റി പരീക്ഷിക്കരുത്. അതുപോലെ മാർക്കറ്റ് കുറയുമ്പോൾ പേടിച്ച് നിക്ഷേപം പാതി വഴിയിൽ അവസാനിപ്പിക്കരുത്. ക്ഷമയാണ് ഒരു നിക്ഷേപകന്റെ ഏറ്റവും വലിയ സ്വത്ത്. ഇത് വിപണിയിലെ റിസ്ക് കുറയ്ക്കും. പണം സാവധാനം വർദ്ധിച്ചു തുടങ്ങും. നിങ്ങൾക്കും ഇത് ഇന്ന് തന്നെ തുടങ്ങാവുന്നതാണ്.